ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ കാനഡയും UK-യും ഓസ്ട്രേലിയയും നമ്മളെ കമ്പാരിസൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഈ 3 ഓപ്ഷനിൽ എല്ലാവരും പോകുന്നത്, അത് കൂടാണ്ട് വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പറഞ്ഞു തരുമെന്ന്. അന്ന് അത് തന്നെ ഇട്ടത് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ്. കാര്യം പറഞ്ഞു തരാനാണ് എനിക്ക് ഓസ്ട്രേലിയ മാത്രമാണ് മെയിനായിട്ട് അറിയുള്ളൂ. കാര്യം ഞാൻ ഓസ്ട്രേലിയയിലാണ്. അപ്പം ഞാൻ ഓർത്തു അതങ്ങനെ പെട്ടെന്ന് ഒന്ന് ചുമ്മാ ചെയ്യാനായിട്ടുള്ള പറ്റുന്നൊരു വീഡിയോ അല്ല, കുറച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻ കുറച്ചൊക്കെ കളക്ട് ചെയ്തിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ, ഇത് കുറേ എനിക്ക് മെസ്സേജ് വരുന്നത് കൊണ്ടാണ് എനിക്കറിയാവുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യാൻ നോക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2025 ഓസ്ട്രേലിയയും കാനഡയും UK അല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ കൺട്രി പോകാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിയിലാണ്. അപ്പം നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ എനിക്ക് 2 കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് ഇതുവരെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത് അത്രയും വലിയ ക്വാളിറ്റി ഉണ്ടാവത്തില്ല. അതിന് ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് സോറി പറയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതായത് സ്റ്റുഡൻസിനോ, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഏകദേശം 2000 എബോ ഏകദേശം എത്രയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, അത്രയും ആളുകളുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് കുറേ പേര് എനിക്ക് പറഞ്ഞു, ചേച്ചി നമുക്ക് ഓസ്ട്രേലിയ നോക്കിയിട്ട് ചിലർക്ക് പറ്റുന്നില്ല, അപ്പോൾ അവർ കൺട്രി വേറെ മാറ്റി. അപ്പോൾ ഞാൻ വേറെ കുറച്ചുകൂടി കമ്മ്യൂണിറ്റി തുടങ്ങൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ, മീൻസ് കമ്മ്യൂണിറ്റി തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഓസ്ട്രേലിയ റിലേറ്റഡ് ആണെങ്കിലാണോ എനിക്ക് മെയിനായിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. കുറേ ആലോചിച്ച് ഞാൻ സെലക്ട് ചെയ്ത വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ, UK, ജർമ്മനി, ന്യൂസിലാൻഡ്, അയർലൻഡ്. ഈ 5 കൺട്രീസിൻ്റെയും കൂടി വേണ്ടിയിട്ട് ഇൻ കേസ് നിങ്ങൾ ഈ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഓൾറെഡി കുറേ പേര് ഓസ്ട്രേലിയ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ഈ പറഞ്ഞ രാജ്യത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, ചിലപ്പോൾ ഒരേ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കും പോകുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM അയക്കാം. ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് എന്ന് അയക്കുക. നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ പറഞ്ഞ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ട് അതിനകത്തൊരു ഹൈഫൻ ഇട്ടിട്ട് ഏത് കൺട്രിയാണെന്നും കൂടി മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ടോപ്പിക്, അതായത് ഓസ്ട്രേലിയയും കാനഡയും UK അല്ലാണ്ട് നമുക്ക് വേറെ ഏതൊക്കെ രാജ്യങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. 2025 നമുക്ക് നോക്കാൻ പറ്റിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു രാജ്യത്തും ഈ രാജ്യത്ത് പോകും ആ രാജ്യത്ത് പോകും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന എല്ലാ രാജ്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഞാൻ പറയും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് തോന്നുന്ന ഏത് രാജ്യമാണോ അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. കാര്യം എൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല വേറൊരാളുടെ സിറ്റുവേഷൻ. അപ്പോൾ എല്ലാവരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ വേറെയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കൺട്രി ഏതാണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നമ്മുടെ ആദ്യത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയയാണ്. ഞാനത് ചൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനൗൺസ് ചെയ്തൊരു കാര്യമാണ് 2027 ആകുമ്പോഴത്തേക്കും 3 ലക്ഷം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് റെഡിയാണെന്ന്. കാര്യം ഇത്രയും നാളും അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷേ ഇനി തൊട്ട് 2027 വരെ ആകുമ്പോഴത്തേക്കും ഇത്രയും സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാൻ അവർ റെഡിയാണെന്നുള്ള രീതിയിൽ അവർ അനൗൺസ് ചെയ്തു. ഗവൺമെൻറ് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ സൗത്ത് കൊറിയ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പറ്റിയൊരു രാജ്യമാണ്. അതുകൂടാണ്ട് ഇത്രയും നാളും അവിടെ PR കിട്ടണമെങ്കിൽ 6 വർഷമായിരുന്നു. അത് കുറച്ച് 3 വർഷമാക്കുന്ന ഒരു രീതിയിലും നമ്മൾ ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ട് കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇങ്ങനെ പറയാനെന്ന്. അതിനകത്ത് വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കുറേ സ്കോളർഷിപ്പും ഫൈനാൻഷ്യൽ എയ്ഡും സൗത്ത് കൊറിയ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. വേറെ പോസിറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് STEM, അതായത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. അതുകൂടാണ്ട് ഇവർ ടെക്നോളജിയുടെ കേസിൽ ഹൈലി അഡ്വാൻസ്ഡ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോബോട്ടിക്സ് ആയിക്കോട്ടെ, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക്സോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ പോകാൻ പറ്റിയൊരു രാജ്യമാണ്. കാര്യം അവർ അതായത് ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് ഈ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞത്. പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ ഇവർ കുറേ സ്കോളർഷിപ്പ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം,
ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ സൗത്ത് കൊറിയ വൺ ഓഫ് ദ എന്താ പറയുക ഏറ്റവും ലോ ക്രൈം റേറ്റ്സ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. വേറൊരു നല്ലൊരു പോയിന്റ് എനിക്ക് തോന്നിയത് അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഏത് രാജ്യമാണെങ്കിലും നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറിനെ കാണെങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നേ അപ്പോയിൻമെന്റ് എടുത്താലാണ് കിട്ടത്തുള്ളൂ എന്ന്. പക്ഷേ സൗത്ത് കൊറിയയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞത് വളരെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് എസ്പെഷ്യലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു പോയിന്റാണ്. സൗത്ത് കൊറിയയുടെ നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കുവാണെങ്കിൽ മെയിൻ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഇല്ല, കോളേജസ് ഇല്ല, അങ്ങനെയല്ല. യൂണിവേഴ്സിറ്റീസും ഉണ്ട്, കോളേജസും ഉണ്ട്, അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതായത് ഇംഗ്ലീഷിൽ കോഴ്സസ് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെയും കോളേജസിൻ്റെയും എണ്ണം കുറവാണ്. അങ്ങനെ വരാൻ നേരത്തെ അതൊരു ലിമിറ്റേഷനാണ്. അതായത് ഇംഗ്ലീഷ് കോഴ്സസ് കുറവാണ്, ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റീസ് കുറവാണ്. പ്ലസ് അതുകൂടാണ്ട് അവിടുത്തെ ആളുകൾ ഒബ്വിയസ്ലി അവിടുത്തെ രാജ്യത്തെ ലാംഗ്വേജ് ആയിരിക്കുമല്ലോ സംസാരിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ വരാൻ നേരത്ത് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ വരാൻ നേരത്ത് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ അവിടെ പഠിക്കുന്ന മലയാളീസും ഉണ്ട്, ഇല്ല എന്നൊന്നുമല്ല പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ കേസാണ്. നിങ്ങൾ ഇൻ കേസ് ഭയങ്കര നമ്മൾ പറയുന്ന മെയിൻ സിറ്റീസിലൊക്കെ പോയി താമസിക്കുകയാണെങ്കിൽ ഭയങ്കര റെന്റ് ആയിരിക്കും, ഭയങ്കര കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് സൈഡിലോട്ട് മാറി താമസിക്കുക, മെയിൻ സിറ്റിയിൽ നിന്ന് മാറി താമസിക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അതുകൂടാണ് നിങ്ങൾക്ക് ഷെയറിങ് ഓപ്ഷൻസും ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിൽ ഡോം ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ വരാനകത്ത് കുറച്ചുകൂടി ചീപ്പറാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഫീസിൻ്റെ കേസിലാണ്. ഫീസിൻ്റെ കേസ് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോസിറ്റീവ് പറയേണ്ടതാണ്. നമ്മൾ ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് കമ്പാരിറ്റീവ്ലി ചീപ്പാണെന്ന് നമ്മൾ പറയാനായിട്ട് പറ്റും. ചീപ്പല്ല, അഫോർഡബിൾ ആണെന്ന് പറയും. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പോകണമെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $2000 to $3000 ആയിരിക്കും. അതുകൂടാണ്ട് നിങ്ങൾ പ്രൈവറ്റ് കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പോകാനാണെങ്കിൽ നിങ്ങളുടെ $3000 to $8000 വരെയൊക്കെയാണ് വരുന്നത്. ഇപ്പം അത്യാവശ്യം ഓസ്ട്രേലിയൻ, ഇത് പെർ ഇയർ ആയിട്ടോ ഞാൻ പറയുന്നത്, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് അത് അത്യാവശ്യം നല്ല ചീപ്പായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ട് തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് പോയിന്റിൽ പറയേണ്ടതാണ്. പക്ഷെ മറിഞ്ഞ് ഇവിടെ വന്ന് കിടന്നു, എന്താണെന്ന് അറിയാൻ പാടില്ല. രണ്ടാമത്തെ രാജ്യം എനിക്ക് പറയാനുള്ളത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി അവർ പബ്ലിഷ് ചെയ്തൊരു കാര്യമാണ്. 2022-2023 ആയപ്പോൾ അവർ 4,12,000 ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ വെൽക്കം ചെയ്തിരുന്നു ആ ഒരു സമയത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു സമയമാകുമ്പോൾ അതിൽ കൂടുതൽ അവർ വെൽക്കം ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ നോക്കാൻ നേരത്ത് അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വരാനായിട്ട് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. ഫ്രാൻസിൻ്റെ മാത്രമല്ല, ഇപ്പോൾ പല രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തൊരു രാജ്യമാണ് ഫ്രാൻസ്. അങ്ങനെ അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത രാജ്യം കൂടി ആയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയാനത്തെ. പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യം, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല ആണ്, എന്നാലും ഇങ്ങനെ പുറം രാജ്യത്ത് നോക്കാൻ നേരത്ത് നമ്മൾ ആസ് എ ഡെവലപ്പ് കൺട്രീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നാട്ടിൽ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് നാട്ടിൽ കൊള്ളില്ല എന്നല്ല, കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും, ഡെവലപ്ഡ് ആണ് എന്നുള്ള സിറ്റുവേഷൻ, അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാവും. അതിനകത്തൊന്നാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് അവർക്ക് കുറേ നല്ല യൂണിവേഴ്സിറ്റീസ്, അതായത് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഫ്രാൻസിലുണ്ട്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് അത് നല്ലൊരു പോയിന്റാണ്. പ്ലസ് അവരുടെ ഫീസ് കുറച്ചുകൂടി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് അഫോർഡബിൾ ആണ്. അല്ലാണ്ട് ഭയങ്കര ചീപ്പാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. പ്ലസ് നല്ലൊരു ലൊക്കേഷനാണ്. നല്ലൊരു ലൊക്കേഷൻ ഞാനിപ്പോൾ ഓസ്ട്രേലിയയുടെ കമ്പയർ ചെയ്യാൻ, ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടുന്ന് അപ്പുറം വരെ പോകണമെങ്കിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതൊരു നോർമൽ ഒരു മനുഷ്യന് ഇവിടെ ഒരു ദിവസം മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഉള്ളത്, ഒരു ജോലിക്കും ക്ലാസ്സിലൊക്കെ പോകുന്ന ഒരാൾക്ക്. അപ്പം അതിവിടെ നോർമലാണ്. പക്ഷേ അവിടെ നമുക്ക് വേറെ സ്ഥലത്ത് സ്റ്റേറ്റിലോട്ടോ ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര ഗുഡ് ലൊക്കേഷനാണ്. അതുകൂടാണ്ട് വേറെ രാജ്യത്തിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ സ്ഥലത്തേക്ക് വേറെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ലൊക്കേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ട്രാവലർ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് എടുക്കാം. നെഗറ്റീവ് സൈഡിലേക്ക് എടുക്കാൻ നേരത്ത് നമ്മൾ സൗത്ത് കൊറിയ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്, നിങ്ങളൊരു സിറ്റിയിലേക്ക് താമസിക്കാൻ നോക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏത് രാജ്യമാണെങ്കിലും നിങ്ങൾ സിറ്റി സൈഡിലേക്ക് താമസിക്കാൻ നോക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് അത്യാവശ്യം നല്ല കൂടുതലായിരിക്കും. അതിപ്പോൾ ഈ രാജ്യത്ത് മാത്രമല്ല ഏത് രാജ്യത്തും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മെയിൻ പോയിന്റ് ആയിട്ട് എല്ലാത്തിലും കാണിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ. അപ്പോൾ പക്ഷേ നിങ്ങൾ വേറെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാറി താമസിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് ഷെയറിങ്ങിന് റെഡിയാണ്, അങ്ങനെയൊക്കെ വരാൻ നേരത്ത് അത്രയും കൂടുതലായിരിക്കത്തില്ല. അത് മെയിനായിട്ട് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ റെൻ്റാലോ, അങ്ങനെ വരാൻ നേരത്ത് കോസ്റ്റ് ഓഫ് ലിവിങ് നമുക്ക് കുറച്ചുകൂടി മാറി താമസിക്കുകയാണെങ്കിൽ കുറയും. അപ്പോൾ അതും ഇതിനകത്ത് പറഞ്ഞതുകൊണ്ടാണ്
പ്ലസ് ലാംഗ്വേജ് ബാരിയർ. ഇപ്പം നിങ്ങൾ ഇപ്പം ഫ്രാൻസിൽ പോയി കഴിഞ്ഞിട്ട് ഫ്രഞ്ച് തന്നെ സംസാരിക്കണം, അവിടെ ഇംഗ്ലീഷ് സംസാരിക്കത്തേ ഇല്ല, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പം ഫ്രഞ്ച് അറിയില്ല, അത് അവർക്ക് ചില സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് അറിയെങ്കിൽ പോലും ചില സമയത്ത് അവർ പ്രിഫർ ചെയ്യുന്ന അവരുടെ ലാംഗ്വേജ് സംസാരിക്കാനായിരിക്കും. അപ്പോൾ ആ കൾച്ചറലി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഫ്രഞ്ചൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നല്ലതാട്ടോ. കാര്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീസും മറ്റേ കോളേജസും ഫ്രഞ്ച് അറിയാവുന്ന, ഫ്രഞ്ച് പഠിപ്പിക്കുന്ന കോഴ്സസിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. ഇൻ കേസ് ആർക്കും അറിയെങ്കിൽ അത് നല്ലൊരു പോയിന്റാണ്. ഇനി അടുത്ത പറയാനുള്ളത് പ്രോസസ്സിങ് ടൈംസിനെ പറ്റിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈം എടുക്കുക. അതിപ്പോൾ നാട്ടിലെ പോലെയൊക്കെ തന്നെയെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് ഓരോന്നിനും വായിച്ചിട്ട്. അപ്പം പ്രോസസ്സിങ് ടൈം ഭയങ്കരമായിട്ട് എടുക്കുക. അതായത് പ്രോസസ്സിങ് ഇല്ലാതെ ഇപ്പം നിങ്ങളുടെ വിസയുടെ ആണെങ്കിലും അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡോ ബാക്കി എന്ത് റിലേറ്റഡോ എന്തെങ്കിലും ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സിങ് ടൈം വളരെ കൂടുതൽ എടുക്കുന്നു എന്നതാണ്. ഇനി അടുത്ത പോയിന്റ് നെഗറ്റീവ് പറയാനുള്ളത് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ കുറേ നല്ല പോയിന്റ്സ് ഉള്ള കാരണം കുറേ പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് ഫ്രാൻസിൽ വന്ന് പഠിക്കാൻ. അങ്ങനെ വരാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടും, അപ്പോൾ നിങ്ങൾക്കുള്ള കോമ്പറ്റീഷനും വളരെ കൂടും. മൂന്നാമത്തെ രാജ്യം എന്ന് വെച്ചാൽ അയർലൻഡാണ്. അയർലൻഡിൻ്റെ കാര്യം പറയുന്നത് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, ഞാൻ ഓസ്ട്രേലിയ വന്നില്ലെങ്കിൽ പോകാനിരുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. കാര്യം എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കാനഡയായിരുന്നു, പക്ഷേ ക്ലൈമറ്റ് കാരണം അത് വേണ്ടാന്ന് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് 2 ഓപ്ഷനിൽ ഒന്നാണ് അയർലൻഡ്. അതായത് അയർലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നാൽ അയർലൻഡ് പോയില്ല, ആ ഒരു സിറ്റുവേഷൻ. അയർലൻഡിൻ്റെ ഏറ്റവും വലിയ ഗുണം പറയുവാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് അതിൻ്റേതായ ഗുണം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു ലാംഗ്വേജ് ബാരിയർ ഒന്നും വരാനില്ല. അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ മതി. അത് നല്ലൊരു കാര്യമാണ്. പ്ലസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് 2024-25 തോന്നുന്നു, ഏറ്റവും മോസ്റ്റ് ലിവബിൾ സിറ്റീസിൽ, അതായത് ലോകത്ത് തന്നെ മോസ്റ്റ് ലിവബിൾ സിറ്റീസിൽ 10 രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. അത് 2023 എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ അതായത് ലോകത്ത് തന്നെ 3ാമത്തെ രാജ്യമായിരുന്നു ഏറ്റവും ലിവബിൾ ആയിട്ടുള്ള രാജ്യം എന്നുള്ള രീതിയിൽ വന്നത്, റാങ്ക് ചെയ്തതാണ്. പിന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, എല്ലായിടത്തും അതുപോലെയാണ്. അത് ഞാൻ വലിയ പോയിന്റ് ആയിട്ടൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇനി പോസിറ്റീവ് സൈഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മെയിൻ പോസിറ്റീവ് സൈഡ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞുള്ളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണെന്നാണ്. അതുകൂടാണ്ട് ഇപ്പോൾ നിങ്ങൾ ഫൈനാൻസോ അല്ലെങ്കിൽ ടെക്നോളജിയോ ഫാർമസി അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ മേജർ ആയിട്ടുള്ള കമ്പനീസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് അതാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൂടാണ്ട് ഇവർ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇനിയും വെൽക്കം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്തിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ. കാര്യം അവർ ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വേണം വെൽക്കം ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സൈഡിലേക്ക് കടക്കാൻ നേരത്ത് ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. അത്യാവശ്യം കോസ്റ്റ് ഓഫ് ലിവിംഗ് നല്ലത്. ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും അതെ, അത്യാവശ്യം കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പണിയായിരിക്കും. പിന്നെ ഇനി യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് കുറവാണ്. അതൊരു നെഗറ്റീവ് പോയിന്റ്. ഇപ്പോൾ എണ്ണം കുറയുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസും വളരെ കുറവായിരിക്കും. ഓപ്ഷൻസ് കുറവാണ്, അത് കൂടുതൽ. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്തോറും നിങ്ങൾക്ക് കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു രാജ്യം ആയതുകൊണ്ട് കുറേ സ്റ്റുഡൻസ് വരുന്നു. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കൂടും, കാര്യം യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കുറവായതുകൊണ്ട്. ഇനി നമുക്ക് ട്യൂഷൻ ഫീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് 10,000 euros to 30,000 euros ആണ് ഒരു വർഷം ഏകദേശം ഈ അയർലൻഡിലെ ഫീസ് വരുന്നതെന്ന് പറയുന്നത്. അടുത്ത രാജ്യം ഞാൻ പറയാൻ പോകുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ എല്ലാവർക്കും അറിയാവുന്ന രാജ്യം തന്നെയാണ്. ഇതിനകത്ത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. അത് ഞാൻ ഇതിനകത്ത് പറയുന്ന പോലെ എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാ കൺട്രീസിലും പറയുന്നത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ പോർച്ചുഗലിൻ്റെ ഒരു കാര്യം പറയുന്നത്, നമുക്ക് പോർച്ചുഗൽ പാസ്പോർട്ട് 5 കൊല്ലത്തിന് കിട്ടും നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നാണ് യൂഷ്വലി പറഞ്ഞു വരുന്ന ഒരു കാര്യം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പ്ലസ് നല്ലൊരു വെതറാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. സമ്മർ ആണെങ്കിൽ നല്ല സമ്മർ, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളൊരു വെതറാണ്. പിന്നെ ലാംഗ്വേജ് ബാരിയർ ചെറുതായിട്ട് നേരിടാമെങ്കിലും പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും മിക്ക ആളുകൾക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അപ്പം നിങ്ങൾക്ക് അത്രയും ഇപ്പോൾ സൗത്ത് കൊറിയയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രാൻസോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും നമുക്കൊരു ലാംഗ്വേജ് ബാരിയർ നേരിടേണ്ട സിറ്റുവേഷൻ വരില്ല. കാര്യം അവിടെയുള്ള മെജോറിറ്റി എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അപ്പം അത് കാരണം ആ ഒരു പേടി വേണം. പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഫീസാണ് അവർക്കുള്ളത്. നമ്മൾ ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസാണ്. അങ്ങനെ വരാൻ നേരത്തെ അത് നല്ലൊരു പോയിന്റാണ്. ഈ നെഗറ്റീവ് സൈഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാത്തിലും പറഞ്ഞപോലെ തന്നെ നല്ല ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. അത് ഓസ്ട്രേലിയ പോലെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് അതനുസരിച്ചുള്ള
സാലറി കിട്ടണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരു ചോദ്യമാണ്. അതിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ. അതുകൂടാണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവാണ്. അതായത് ആളുകളുടെ എണ്ണം നോക്കാൻ നേരത്ത് അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം നേരത്തെ മറ്റു രാജ്യത്ത് പറഞ്ഞല്ലോ, ഒരു രാജ്യത്ത് പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനും ഭയങ്കര പ്രോസസ്സിങ് ഡിലേ വളരെ കൂടുതലാണ്. ഗവൺമെൻറ്റിന് റിലേറ്റഡ് എന്ത് ചെയ്താലും പ്രോസസ്സിങ് ഡിലേ വളരെ കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് പോർച്ചുഗൽ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി പറയാനുള്ള രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയാണ്. ജർമ്മനിയുടെ പറയണോ വേണ്ടിയോ എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം കുറേ പേർക്ക് ഇപ്പോൾ അറിയാം ജർമ്മനിയുടെ എങ്ങനെയാണെന്ന്. പക്ഷെ സ്റ്റിൽ ഞാൻ ഓർത്ത് നോക്കി ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന്. എനിക്ക് ജർമ്മനിയിൽ നിന്ന് ഫുള്ള് സ്കോളർഷിപ്പ് കിട്ടിയതാണ് പഠിക്കാനായിട്ട്. പക്ഷെ അന്ന് ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ടും എൻ്റെ കഴിവ് അത്രയും ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ ഓർത്ത് നോക്കി ജർമ്മനി പോകണ്ടെന്ന് വെച്ച് പോകാതിരുന്നതാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പോയിന്റ് ശ്രദ്ധിക്കണം, ഫ്രീ എഡ്യൂക്കേഷൻ. ബാക്കി എല്ലാ ചിലവും നിങ്ങൾ തന്നെ എടുക്കണം. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അത്യാവശ്യം അക്കാഡമിക്കലി നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു രാജ്യമാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കണം. അതിൻ്റെ മെയിൻ ഗുഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അവരെല്ലാം ഇപ്പം നിങ്ങളുടെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ്. അതുകൂടാണ്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്, കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയതാണ്. അതുകൂടാണ്ട് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യം നല്ലതാണെന്നാണ് കേട്ടേക്കുന്നത്. വേറെ എന്താ പറയണേ, വേറെ പുതിയൊരു നിയമം വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ നാച്ചുറലൈസേഷൻ ലോ എന്ന് പറഞ്ഞിട്ട് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് അവർ പുതിയൊരു നിയമം കൊണ്ടുവരുന്നത്. പ്ലസ് നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഉള്ളെങ്കിൽ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 3 വർഷത്തിനുള്ള സിറ്റിസൺഷിപ്പ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നി ജർമ്മനിയുടെ കാര്യത്തിൽ. നെഗറ്റീവ് സൈഡ് എല്ലാവർക്കും അറിയാവുന്ന മെയിൻ പോയിന്റ് ലാംഗ്വേജ് ബാരിയറാണ്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയാമെങ്കിലാണ് നിങ്ങൾക്ക് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് പറയേണ്ടെങ്കിൽ അതിനുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫീസും കൊടുക്കേണ്ടി വരും. അടുത്ത നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ചാൽ ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പ് മഞ്ഞൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ അതനുസരിച്ച് അത്രയും എനിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റില്ല എനിക്ക് തോന്നുന്നത് ക്ലൈമറ്റൊക്കെ. അപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി ശോകമാണ്, അതൊരു നെഗറ്റീവ് പോയിന്റാണ്. പ്ലസ് കോമ്പറ്റീഷൻ നല്ല കൂടുതലായിരിക്കും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ കുറേ പേര് പോകുന്നുണ്ടാവും. അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് മെയിനായിട്ട് നെഗറ്റീവ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് ബാരിയറാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ചിലർക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കും, പക്ഷേ അവരെ കുറ്റം പറയാമല്ല, അവരുടെ ലാംഗ്വേജ് പ്രിഫർ ചെയ്യും. പിന്നെ പഠിക്കാൻ നേരത്താണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിനും ലാംഗ്വേജ് മസ്റ്റാണ് ജർമ്മൻ ലാംഗ്വേജ്. അപ്പോൾ അത് കാരണം അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ട് ചില സിറ്റുവേഷനിൽ ഈ ഇത്ര ലെവലൊക്കെ കിട്ടിയാലാണ് ചില യൂണിവേഴ്സിറ്റീസ് കിട്ടുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോമ്പറ്റീഷൻ കൂടുതലാണ്. പ്രോസസ്സിങ് ടൈമും അത്യാവശ്യം എല്ലാ കാര്യത്തിനും പ്രോസസ്സിങ് ടൈമും കൂടുതലാണ്. പിന്നെ മേജർ സിറ്റീസിനാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് നേരത്തെ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനനുസരിച്ച് മെയിനായിട്ട് നല്ലൊരു പോസിറ്റീവ് സൈഡ് ഇതുള്ളതാണ് നമുക്കത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ കാനഡയും യുകെയും ഓസ്ട്രേലിയയും ഒന്നും അല്ലാണ്ട് ഇപ്പോൾ ന്യൂസിലൻഡും അല്ലാണ്ട് വേറെ കിട്ടിയ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് മാത്രമുള്ള ഒരു രാജ്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ രാജ്യത്തിനും ഞാൻ പറഞ്ഞാൽ എല്ലാത്തിലും ഓസ്ട്രേലിയ ആയിക്കോട്ടെ വേറെ ഏത് രാജ്യങ്ങളായാലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും രാജ്യം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നും കൂടി തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് കുറേ കമൻറ്റ്സ് കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അവർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രെസ് അടിക്കാതിരിക്കുക. പിന്നെ ഇനി കാണുന്നവരെ ബൈ ബൈ.